നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കും, പക്ഷേ വിത്തൗട്ട് ഹാവിങ് എനി റിസൾട്ട് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ഡെലിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളുടെ ഈ ഒരു പ്രൊഡക്ടിവിറ്റി സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ നമ്മുടെ ഒരു ബിസിനസ്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി സിസ്റ്റത്തിലെ പ്രോബ്ലം നമ്മൾ കണ്ടുപിടിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും തനിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് നഷ്ടമാവും. നമ്മുടെ ഫാമിലിയിലെ സമയം നമുക്ക് നഷ്ടമാവും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരുപാട് വർക്ക് ചെയ്യാമെന്ന് മാത്രമേ ഫലമുള്ളൂ. ലോ ഇൻകം ആയിരിക്കും കിട്ടുന്നത്. ഒരാൾ മാത്രം വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലോ ഇൻകമാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരുപാട് എല്ലാ കാര്യങ്ങളും കൂടെ ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ നമുക്ക് ഓവർ തിങ്കിങ്ങും അതുപോലെ തന്നെ നമ്മളത് നീട്ടി വെക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട വർക്കുകൾ. ഇപ്പം നമ്മളൊരു ഫാഷൻ ബിസിനസ്സിലാണെങ്കിൽ നമുക്ക് ഡിസൈൻസ് എല്ലാം ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മൾ തന്നെ ചെയ്താലായിരിക്കും അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് വരുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ക്രിയേറ്റിംഗ് ഡിസൈനൊക്കെ നമുക്ക് ചെയ്യാം. ഇനീഷ്യലിയാണ് ഞാൻ പറഞ്ഞത്, വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ കാര്യമല്ല, നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിയേറ്റിംഗ് സിസ്റ്റം ഡിസൈൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണത്, അത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യണം. പിന്നെ സെയിൽസിൻ്റെ കോൺവെർസേഷൻ അത് നമ്മൾ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. നമുക്ക് ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാനൊക്കെ ഉള്ളത് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ ബ്രാൻഡ് ബിൽഡിംഗ്, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വാട്സപ്പിൻ്റെ റിപ്ലൈസ് അത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓർഡർ പാക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. അക്കൗണ്ട് എൻട്രി ചെയ്യുന്നതൊക്കെ ഡെലിഗേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. ഇനി പോസ്റ്റിംഗ് സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കസ്റ്റമേഴ്സിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പർപ്പസും ഇല്ലാതെ അൺനെസറി ആയിട്ട് സ്ക്രോളിങ് നടത്തുന്നുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയ സ്ക്രോളിങ് നടത്തുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഓവർ തിങ്കിങ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഗോസിപ്പ് കോളുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അൺനെസസറി പെർഫെക്ഷൻ അത് നമ്മൾ വേണ്ടാന്ന് വെക്കുക. അങ്ങനെ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്നും ഡെലിഗേറ്റ് ചെയ്യേണ്ട ടാസ്ക് എന്താണെന്നും അതുപോലെ ഡിലീറ്റ് ചെയ്യേണ്ട ടാസ്കുകൾ എന്താണെന്നും തരം തിരിച്ചിട്ട് ഒരു 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഡു ടാസ്കിനകത്ത് വയ്ക്കുക, 3 കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യേണ്ടതായിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ 3